ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സിന് എങ്ങനെയാണ് ഐഫോണത്തെ മാതിരി എഡ്ജ് കർവ് ചെയ്യാൻ നോക്കാം. നമ്മൾ റീലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ആൻഡ്രോയിഡ് ഇടുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. നമുക്ക് എങ്ങനെ ഐഫോൺ യൂസ് ചെയ്യുന്നത് മാതിരി കർവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്, കാരണം ഐഫോൺ ടൈമർ ഉണ്ടാവും. അതൊന്നും നമ്മളിതിൽ കിട്ടില്ലെങ്കിലും നമുക്ക് അതുപോലെ ഏകദേശമൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട റീലുമേ നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു യുവർ സ്റ്റോറി ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് റീമെൻഷനൊക്കെ ഈ സംഭവം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ റീൽ എടുത്തതിന് ശേഷം ആഡ് ടു യുവർ സ്റ്റോറി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ആൻഡ്രോയിഡ് യൂസേഴ്സിന് നമുക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വലുതാക്കുക, ആ റീൽ ജസ്റ്റ് ഒന്ന് വലുതാക്കുക കേട്ടോ. നിങ്ങൾ ഓവറായി വലുതാക്കിയത് നിങ്ങൾ വീഡിയോ കാണുന്ന മാറ്റത്തിനും ജസ്റ്റ് ഒന്ന് വലുതാക്കിയാൽ മതി. ഓക്കെ, ഇതുപോലെ വലുതാക്കിയതിന് ശേഷം നിങ്ങൾ കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക. ഇനി ഞങ്ങൾ ഏറ്റവും മേലെ സ്റ്റിക്കർ ഓപ്ഷൻ ഉണ്ടാകും. ആ സ്റ്റിക്കർ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിലേറ്റവും താഴെയായിട്ട് മൾട്ടിപ്പിൾ പിക്ചർ ഉണ്ടാവും. ആ മൾട്ടിപ്പിൾ പിക്ചർ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പിക്ചേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വന്നിട്ട് ഈ ഒരു പിക്ചേഴ്സൊക്കെ കിട്ടും. അതായത് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ ആണ്. ഇതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വന്ന് കിട്ടുന്നതാണ്. അത് ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഉണ്ടോ സ്ക്രീൻ ഫുള്ള് കവർ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമ്മളെ റീല് ഫുള്ള് കിട്ടുന്ന മാതിരി ജസ്റ്റ് അവിടെ ഒന്ന് പ്ലേസ് ചെയ്യാണ്ടോ. ഇതുപോലെ എത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കാണിച്ചത്. നമുക്ക് ബ്ലാക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യട്ടെ ആദ്യം. ഓക്കെ, നമ്മൾ ബ്ലാക്ക് എടുക്കാൻ വേണ്ടി സ്റ്റിക്കറിൽ പോയതിനു ശേഷം മൾട്ടി പിക്ചർ ക്ലിക്ക് ചെയ്തിട്ട് ആ ബ്ലാക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ ഫുള്ള് ആ റീല് കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് പ്ലേസ് ചെയ്യാം. കണ്ട് എത്ര പണിയുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി നിങ്ങൾ ഈ ഒരു സ്റ്റോറി ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിത് സ്റ്റോറി വിടാം. ഓക്കെ, ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് എൻ്റെ സ്റ്റോറിയിൽ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയായിരിക്കും മറ്റുള്ളവർ കാണുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു ഐഫോൺ യൂസറിൻ്റെ മാതിരി തോന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ നിങ്ങളുടെ സ്റ്റോറി എല്ലാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ വീണ്ടും വരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഷബീബ് സൈനിങ് ഓഫ്.